നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊരു തിരിച്ചടി കിട്ടിയെന്നറിഞ്ഞപ്പോൾ സകലമാന മൂർഖം പാമ്പുകൾക്കും ജീവൻ വച്ചിട്ടുണ്ട്. ദേ, നായർ പോപ്പും കഴിഞ്ഞ ദിവസം കളത്തിലിറങ്ങി. നായർ പോപ്പിന് ഇടതുപക്ഷത്തെക്കുറിച്ച് പറയാനുള്ളത്, പ്രതിപക്ഷത്തെ വേണ്ടത്ര ബഹുമാനിക്കാത്തത് കൊണ്ടാണ് ഇത്രയും തിരിച്ചടി കിട്ടിയെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. കാര്യം ഇത്രയും ദിവസം ഒരു അനക്കവും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം വന്ന് വലിയ മുസ്ലിം വിദ്വേഷം പറഞ്ഞ് പൊങ്കാലകൾ ഏറ്റുവാങ്ങി അതേപടി പോയതാണ്. പിന്നെ വച്ച നാവെടുത്തിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ആവേശത്തോടെ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ വാചകമാണ്: കേരളത്തിലും ജനങ്ങൾക്ക് വളരെ അപ്രീതിയുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും അവർ പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യം വിജയിക്കത്തക്ക രീതിയിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭരണം അവർക്ക് നടത്തിയാൽ അവർക്ക് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. അതേ നാവ് കൊണ്ട് ഉടനടി ഒരു ചോദ്യം തൊട്ടു പിന്നാലെ വരികയാണ്. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഏകാധിപത്യ ഭരണം അവസാനിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതേ നാവ് കൊണ്ട് പറയുന്ന വാചകം കൂടി കേട്ടെ. ബിജെപിയുടെ ഏകാധിപത്യം ഞാൻ പറയത്തില്ല, കാരണം അവർക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. കേട്ടില്ലേ? അത് ഏകാധിപത്യ ഭരണം എന്ന് ഞാൻ പറയില്ല. അവർക്കൊരു 303 സീറ്റിന്റെ ഭരണം ഇല്ലായിരുന്നു. അതെങ്ങനെ ഏകാധിപത്യം എന്ന് പറയും? ഇവിടെ 99 സീറ്റ് ഉണ്ടല്ലോ. ഇവിടെ പ്രതിപക്ഷം ദൈനംദിനം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്തെല്ലാം കഥകൾ പറയുന്നു. ഒരാളുടെ കുടുംബത്തെ വരെ ആക്ഷേപിക്കുന്നു. എന്നിട്ട് പോലും അവരോട് ഈ നാട്ടിലെ പ്രതിപക്ഷമല്ലേ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. മറ്റിടത്തോ ഏകാധിപത്യമേ അല്ല. പറഞ്ഞ അല്ലെങ്കിൽ വിമർശിച്ചവരെ പിടിച്ച് ജയിലിൽ അടക്കുകയും അവരെ കൽത്തുറങ്കലിൽ കാലാകാലം അടക്കുകയും ചെയ്യുന്ന വ്യക്തി മഹാൻ. ഇങ്ങനുണ്ട്. സംഖ്യയാണെന്ന് ആരും പറഞ്ഞു കളയല്ലേ. മൂപ്പിലാന് ഇപ്പൊ തന്നെ നല്ല പ്രായമായിരിക്കുകയാണ്, കണ്ടില്ലേ? ആ കസേര ഇരുന്ന് തന്നെ അങ്ങ് നരകത്തിലേക്കേ പോകും. സ്വർഗത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ട. കാര്യം ഇവിടെ ഇരുന്ന് ചെയ്തു കൂട്ടിയ ഫലം വെച്ചാണെങ്കിൽ ഉറപ്പാണ് അവിടെ ഇപ്പൊ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അവിടെ ചെന്നാൽ മതി, എണ്ണയെ പൊരിച്ചെടുത്ത് ആ റൂമിൽ ഇടാനാണ് സാധ്യത. കാര്യം അമ്മാതിരി കുഴപ്പങ്ങളാണ് മൂപ്പിലായി ഈ നാട്ടിൽ നടത്തിയിട്ടുള്ളത്. ഒരു 916 സംഖ്യ വളർത്തുന്ന ഈ നാട്ടിൽ സംഘപരിവാറുകാരെ വളർത്തി ഈ നാട്ടിൽ വലിയ വിദ്വേഷം ഉണ്ടാക്കാൻ, മതപരമായി ജാതിപരമായി ഈ സമൂഹത്തെ നാലാക്കി നിർത്താൻ ശ്രമിച്ച ഒരു വലിയ ശല്യക്കാരനായിട്ടുള്ള മൂപ്പിലാനായിരുന്നു. ആ മൂപ്പിലാനാണ് ഇപ്പോൾ വന്നിട്ട് ഇടതുപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. കാര്യം ഈ ഇടതുപക്ഷത്തിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങളെ പിൻതലമുറക്കാർ ഞങ്ങളെല്ലാം മാടമ്പികളായിട്ടിരുന്നപ്പോൾ ഇവരുടെയൊക്കെ പിൻതലമുറക്കാർ നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് ചെയ്യുന്നവരാണ്. അവരൊക്കെ ഇവിടെ ഭരിക്കുമ്പോൾ നമ്മൾ കേൾക്കണോ? നമ്മളിപ്പോഴും ആ തറവാട്ട് മഹിമയായിട്ട് ജീവിക്കുന്നവരാണല്ലോ. ആ മനോഭാവമായിട്ട് ഇരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോ മറ്റൊരാളെ കുറിച്ച്, മാർ കൂർലോസിനെ കുറിച്ച് പിണറായി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആ നാവിൽ നിന്ന് സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു വാചകം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേട്ടെ. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം ഒരു സമുദായ നേതാവിന് നേരെ വിവരദോഷി എന്ന തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നു. അതിൽ എൻഎസ്എസിന്റെ ഒരു പ്രതികരണം മാർ കൂർലോസിനെതിരായിട്ട്. മാർ കൂർലോസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ? ഇല്ലേ? ആവശ്യമില്ലാതെ കാല് പിടിച്ചാൽ, ആവശ്യമില്ലാതെ കാല് നക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കും. കാല് നക്കാൻ പോയത്രേ. എന്താണാവോ അദ്ദേഹം സംഘപരിവാറുകാരുടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം? അല്ലെങ്കിൽ വിശ്വഗുരുവിനെ കാണുമ്പോൾ ഈ മൂപ്പിലാന്റെ ജോലി എന്താണ്? ആ നാവ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സവർക്കർ പരിപാടിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കാനും കുറ്റം പറയാനൊക്കെ പോകുന്നതിന് മുന്നേ സ്വന്തം മുഖം ഒന്ന് കൃത്യമായിട്ട് നോക്കണം. ഇപ്പോ സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ അഭിനന്ദിക്കുകയാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിലും ഈ പറഞ്ഞ നേരത്തെ കൂർലോസിന്റെ കാര്യത്തിൽ പറഞ്ഞുള്ള പണി ചെയ്യാനായിട്ട് യാതൊരു മടിയും ഉണ്ടാവില്ല. അധികാരം അത് ആരെടുത്തുണ്ടോ അവിടെ പോയി വളഞ്ഞിരിക്കണ മൂപ്പിലാനാണ്. എന്നിട്ടാണ് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ ഇറങ്ങുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ വയസ്സാം കാലത്ത് ഒരു സംഘടനയെ കൊണ്ടു കടന്ന് ആ സംഘടനയ്ക്ക് ഈ സമൂഹത്തിൽ പണ്ടൊരു വലിയ വിലയുണ്ടായിരുന്നു. ഈ മൂപ്പിലാതി കയറിയിരുന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇപ്പോ പട്ടിക്കും വേണ്ട പൂച്ചയ്ക്കും വേണ്ടാത്തൊരു അവസ്ഥയിലും സംഘപരിവാറിലുള്ളവരെല്ലാം ഇതിനെ തെറി വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നോക്കിയാൽ മതി. ഈ സംഘടനയെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്തത് ഈ മൂപ്പിലാനാണ്. ഈ മൂപ്പിലാൻ കെട്ടിക്കൊടുത്തതിന് ശേഷം സംഘപരിവാറിനെ ഈ നാട്ടിൽ വളർത്തി സംഘപരിവാറുകാർ, അതായത് ഈ അടുത്ത കാലത്ത് മേജർ രവിയൊക്കെ വിളിച്ച തെറി കേട്ട പെറ്റ തള്ള സഹിക്കാത്ത അവസ്ഥയുണ്ട്. സുരേഷ് ഗോപി ഫാൻസ് അസോസിയേഷൻ എല്ലാ കാലത്തും എടുത്തിട്ട് വലിച്ചു കീറുകയാണ്. അങ്ങനെ നിൽക്കുന്ന വ്യക്തി ഇപ്പോഴും സംഘി മനസ്സ് വെച്ച് പുലർത്തുകയാണ്. എന്നിട്ട് ഞാൻ സംഘിയല്ല, ഞാൻ ജനാധിപത്യ ബോധമുള്ള ആളാണ്, ഞാൻ ഈ നാട്ടിൽ ശരി ദൂരമാണ്, വലിയ ദൂരമാണ്, മറ്റേ ദൂരമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ ഉടായ്പ ഈ കയ്യിൽ വെച്ചുകൊണ്ട്, അതായത് ഈ നാട്ടിൽ ഒരു സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാലും മാടമ്പിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം ഈ നാട്ടിൽ സവർണർ എന്ന് പറയുന്നു, അത് നടക്കാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ഭരണത്തോട് വലിയ താല്പര്യം ഉണ്ടാകില്ല. കാര്യം
നമ്മൾ പറയുന്ന കാര്യമോ നമ്മളോട് വിനീതദാസന്മാരായിട്ട് നിൽക്കുന്നവരല്ല. അവന്മാർക്കൊക്കെ ഹുങ്കാണ്. ഞങ്ങളെന്നും കണ്ട വലിയ ബഹുമാനമില്ല. അതിന് ഒരു ഉത്തരവേ ഉള്ളൂ, സൗകര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, സതീശനെ പോലെ എന്റെ കാലിൽ എണ്ണ ഇട്ട് തരാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ, എന്നെ സോപ്പ് തേച്ച് കുളിപ്പിച്ചെടുക്കുന്ന രമേശ് ചെന്നിത്തലയൊക്കെ ആണെങ്കിൽ, ഞാൻ അവരെയൊക്കെ നല്ല ബഹുമാനമുള്ള ആൾക്കാരായിട്ട് കണ്ടേനെ. എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ അവർക്ക് ഈ നാട്ടിൽ ബാക്കിയുള്ളവരടുത്തൊന്നും ഒരു ബഹുമാനവും ഇല്ല, പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്ന വാചകത്തിലൊക്കെ ഞാൻ വിമർശിക്കും. പക്ഷെ ആ കാലമൊക്കെ പോയെന്ന് മാത്രമേ ഈ മൂപ്പിലാനെ അറിയിക്കാവുള്ളൂ. വയസ്സാം കാലം അല്ലേ, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഈ പോണ പോക്കില്ലെങ്കിലും ഇനിയിപ്പോ അധികം കാര്യമില്ല. ഇനിയിപ്പോ വിസ എപ്പോഴത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഈ ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി ഒരു 4 വാചകം പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കില്ല. കാര്യം പഠിച്ചതേ പാടും. അപ്പൊ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഇതുപോലുള്ള സംസ്കാര സമ്പന്നതയാണ്. അവരുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ സംസ്കാര സമ്പന്നതയാണ്. വേറെ ആരെങ്കിലും ഈ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ സംസ്കാര ശൂന്യനായി മാറും. ഇവർക്കാകുമ്പോഴത്തേക്ക് ലൈസൻസ് ഉണ്ട് പറയാം. അപ്പോ ഇതൊക്കെയാണ് കുർലോസിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ്. സംഘപരിവാറിന്റെ തൊഴുത്തിൽ പോകാനും സംഘപരിവാറിന്റെ ഈ കാലിലൊക്കെ സവർക്കറിസം അടിക്കാൻ പോകുന്നതൊക്കെ ഒരുതരം ആഢ്യത്വമായിട്ട് കാണുകയും, നേരെ മറിച്ച് ഇടതുപക്ഷവുമായിട്ട് ബന്ധമുള്ളവരുടെയൊക്കെ കാര്യം ഈ കാല് മറ്റേ അവരുടെ സവർക്കർ പരിപാടിയാണ്. അത് ഓർമ്മ കാണത്തുള്ളൂ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ടേ ചരിത്രം അറിയാലോ. കുടുംബക്കാരെ പിന്നെ കുടുംബവാഴ്ച, കുടുംബത്തിലുള്ള മുഴുവൻ പേർക്കും ഈ NSS വെച്ചിട്ട് അദ്ദേഹം ജോലി കൊടുത്ത് വിശാലനായിട്ടുണ്ട്. നാട്ടിലുള്ള പാവപ്പെട്ട NSSകാരെല്ലാം പിച്ചച്ചട്ടി എടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ സംഘടന കൊണ്ട് ഒരു ഗുണമില്ലെങ്കിലും എന്ത്, കുടുംബത്തിൽ എല്ലാവർക്കും, ചെറുകുട്ടികളായിക്കോട്ടെ മക്കളായിക്കോട്ടെ, എല്ലാവർക്കും NSSന്റെ ഏതെങ്കിലും മേഖലകളിൽ ജോലി കൊടുത്തിട്ടുണ്ട്. അതും 10 പൈസ ചെലവില്ല. അങ്ങനെ ബാക്കിയുള്ളവർക്ക്, പാവപ്പെട്ടവർക്കാണെങ്കിൽ 50 ലക്ഷം 1 കോടി, അല്ലാത്തവർക്കൊന്നും NSS സംഘടന കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇത് ആരെയും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് കാണണ്ട. ഇത് പണമുള്ളവന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആ സംഘടനയ്ക്ക് അകത്തിരുന്നുകൊണ്ട് ഈ നാട്ടുകാരെയൊക്കെ വിമർശിക്കാൻ തനിക്ക് ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ തന്റെ സർട്ടിഫിക്കറ്റ് ഈ നാട്ടിൽ ആവശ്യമില്ല. കഴിഞ്ഞ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഒന്ന് പരാജയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരൊന്നെടുത്തിട്ട് അന്ന് തന്നെ ഒന്ന് അലക്കി വിട്ടതാണ്. എന്നിട്ടും പഠിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ചുമ്മാ ഇരുന്ന് ഈ 4 നേരം മൃഷ്ടാന ഭോജനമാണല്ലോ, അപ്പോ എല്ലിന്റെ ഇടയിൽ കുത്തുണ്ടാവും. ഇങ്ങനെ ഇറങ്ങി പുറത്തൊരു 10 വാചകം പറയും. നാട്ടുകാരെ വായിരിക്കുന്ന വാങ്ങിച്ച് കൂട്ടുമ്പോഴത്തേക്കും മൂപ്പിലാന് സമാധാനവും. എന്തായാലും ഇനിയെങ്കിലും ആ ശിഷ്ടകാലത്ത് ഒന്ന് ആ രാമായണമോ മഹാഭാരതമോ ഇതൊക്കെ എടുത്തൊന്ന് വായിച്ച് ഉള്ള കാലം ആ നരകത്തിൽ ചെന്ന് കടന്ന് ബുദ്ധിമുട്ടാൻ പോകുന്നതാണ്. അതിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയാൽ, അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ പ്രാക്ക് വാങ്ങിച്ച് കൂട്ടുന്നത് കുറച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലതായിരിക്കുമെന്ന് മാത്രമേ മൂപ്പിൽസിനോട് പറയാനുള്ളൂ.